സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്ക് യാത്ര പറയേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? എപ്പോഴൊക്കെയാണ് നമ്മൾ യാത്ര പറയുന്നത്? രാവിലെ സ്കൂളിലേക്ക് വരാൻ ഒരുങ്ങുന്നതിന് മുമ്പ്, ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അച്ഛനോടും അമ്മയോടും അല്ലെങ്കിൽ മുത്തശ്ശനോടും ഒക്കെ യാത്രയും പറഞ്ഞ് അനുഗ്രഹവും വാങ്ങിയിട്ടല്ലേ വരുന്നത്. അതുപോലെ തിരികെ സ്കൂളിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴോ അധ്യാപകരോടും കൂട്ടുകാരോടും ഒക്കെ യാത്ര പറയും, ഇല്ലേ? അതുപോലെ നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുന്ന അതിഥികൾ, അവര് അത് വിരുന്ന് സർക്കാരൊക്കെ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ നമ്മളോട് യാത്ര പറയും, ഇല്ലേ? ഇതുപോലെ യാത്ര പറയലിൻ്റെതായ പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഈ യാത്ര പറയലിൽ നമ്മൾ ശീലിക്കേണ്ട ചില ആചാര മര്യാദകളുണ്ട്. അത് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. നിങ്ങളൊരു ചൊല്ലി കേട്ടിട്ടുണ്ടോ? ചൊട്ടയിലെ ശീലം ചുടല വരെയെന്ന്. എന്താണത്? കുഞ്ഞുനാളിൽ നമ്മൾ ശീലിക്കുന്നത് എന്താണോ അതാണ് വളർന്നാലും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ യാത്ര പറയലിൽ നമ്മൾ ശീലിക്കേണ്ട ആചാര മര്യാദകളും കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആരാണെന്ന് അറിയോ? കുഞ്ഞുണ്ണി മാഷ്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ പേരും യാത്ര പറയലെന്ന് തന്നെയാണ്, കുഞ്ഞുണ്ണി മാഷ്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുഞ്ഞുണ്ണി മാഷാണ് യാത്ര പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആചാര മര്യാദകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. പാഠം 4, യാത്ര പറയൽ. ഈ കുഞ്ഞുണ്ണി മാഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം 1927 തൃശൂർ ജില്ലയിലെ വലപ്പാട് അതിയാറത്താണ് ജനിച്ചത്. മരണം 2006 മാർച്ച് 26. അതുപോലെ പ്രധാന സമാഹാരങ്ങളാണ് കവിത, രാഷ്ട്രീയം, കുഞ്ഞുണ്ണി കവിതകൾ. ഇങ്ങനെ ഒരുപാട് സമാഹാരങ്ങൾ കുഞ്ഞുണ്ണി മാഷിൻ്റെതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാണ് കുഞ്ഞുണ്ണി മാഷിനെ. അതുപോലെ കുഞ്ഞുങ്ങളെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കവിയാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കവിതകളായിരിക്കും, 3-4 വരികളുടെ കവിതകളായിരിക്കും. അത് വളരെ രസകരമായിരിക്കും കേൾക്കാൻ. അതിനകത്ത് വളരെ വലിയ ഒരു ആശയവും ഉണ്ടായിരിക്കും. 1-2 കവിതകൾ നമുക്കൊന്ന് നോക്കിയാലോ. നോക്കിയേ. മുട്ടായിക്ക് ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി, മത്തായിക്ക് ശക്തി വെച്ചാൽ ശക്തിമത്തായി. എത്ര രസകരമാണ് ഇതില്ലേ? അതായത് നമ്മൾ മിഠായി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ നമുക്ക് വളരെ പ്രയാസമാവും. ഇതുപോലെ അർത്ഥം വരുന്ന വേറെ 2 വരികളുണ്ട്. ഹായിട്ടായി മിഠായി തിന്നുമ്പോഴെന്ത് ഇഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മിഠായി നമുക്ക് വളരെ ഇഷ്ടമാണ്. അത് കൂടുതലായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലെല്ലാം കേടായി പോകും, ഇല്ലേ? എന്ത് രസകരമാണ് ഠാഠ എന്നുള്ള ആ അക്ഷരം ആവർത്തിച്ചു വരുന്നത് കൊണ്ട് ഈ കവിതയ്ക്ക് എന്തു ഭംഗിയാണ്. അതുപോലെ ഓർക്കേണ്ടത് മറക്കരുത്, മറക്കേണ്ടത് ഓർക്കരുത്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. മറന്നു കളയേണ്ടത് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയേ ചെയ്യരുത്. അതുപോലെ വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക. അത്ര മനോഹരമായ വരികളില്ലേ? ഈ വളരെ വലിയ ലോകം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാരെയും ഉപദേശിക്കാം. പക്ഷെ സ്വയം നന്നാവാൻ ആരും ശ്രമിക്കുകയില്ല. എല്ലാവരും സ്വയം നന്നായാൽ എന്ത് പറ്റും? ഈ ലോകം, ഈ വളരെ വലിയൊരു ലോകം വളരെ നല്ല നന്മയുള്ളതായി മാറും. സത്യമേ ചൊല്ലാവൂ, ധർമ്മമേ ചെയ്യാവൂ, നല്ലതേ നൽകാവൂ, വേണ്ടതേ വാങ്ങാവൂ. എന്ത് വളരെ വലിയൊരു ആശയമാണ് ഇതിനകത്തുള്ളത്. ഇതുപോലെ കുട്ടി കവിതകൾ, വളരെ ആശയമുള്ള നല്ല ആശയങ്ങൾ നിറഞ്ഞ ഒരുപാട് കുഞ്ഞു കവിതകൾ കുഞ്ഞുണ്ണി മാഷിൻ്റെതായിട്ടുണ്ട്. അത് കണ്ടെത്തി നിങ്ങൾ ശേഖരിച്ച് വയ്ക്കണം. ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് നോക്കാം. യാത്ര പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാം. എന്നാൽ ഞാൻ വരട്ടെ, എന്നാൽ ഞാൻ പിന്നെ വരാം, എന്നാലോ ഞാൻ പോണില്ല, നമുക്ക് കാണാം, എന്നാൽ പിന്നെ കാണാം, അടുത്ത് കാണാം, എന്നാൽ ഞാൻ നടക്കട്ടെ, എന്നാൽ ഇനി താമസിക്കണില്ല, എന്നാൽ ഇനി വൈകിക്കണില്ല, ഞാൻ ഇറങ്ങട്ടെ, എന്നാൽ ശരി ഇനി നിൽക്കണില്ല. ഈ രീതിയിലെല്ലാം നമ്മൾ എന്ത് പറയാറുണ്ട്? യാത്ര പറയാറുണ്ട്. ഇത് സംസാര ഭാഷയാണ്, നമ്മുടെ എഴുത്തുഭാഷയല്ല. ഓരോ പ്രദേശത്തെയും ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ രീതിയിലെല്ലാം നമ്മൾ യാത്ര പറയാറുണ്ട്. അതുപോലെ എന്നാൽ പറഞ്ഞ പോലെ, എന്നാൽ അങ്ങനെയാകട്ടെ, എന്നാൽ ഇപ്പോൾ യാത്രയില്ല എന്നും മറ്റുമാണ് നാം പറയാറ്. ചുരുക്കം ചിലർ മാത്രമേ, അതായത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഞാൻ പോട്ടെ, ഞാൻ പോണു, ഞാൻ ഇറങ്ങുന്നു എന്ന് നേരിട്ട്, അല്ലെ, നേരെ അങ്ങ് വെട്ടി തുറന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നത് അവിവേകമാണ്, ശരിയല്ല.
അത് വിനയമില്ലായ്മയാണ്. വെട്ടിത്തുറന്ന് നമ്മൾ പറയുന്നതില് വിനയമില്ല. പക്ഷെ ആദ്യം പറയാൻ ഞാൻ പോട്ടെ, ഞാൻ വരട്ടെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ എന്തുണ്ട്? വിനയമുണ്ട്. ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നതില് ഒരു വിനയവും ഇല്ല. മറ്റൊരു വിഭാഗം ആൾക്കാരെ നമുക്ക് നോക്കാം. വന്ന കാര്യം കഴിഞ്ഞാൽ ഒന്നും പറയാതെ ഇറങ്ങി പോകുന്നവരുണ്ട്, ഇല്ലേ? വന്ന കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ആരോടും ഒന്നും പറയാതെ ഇറങ്ങി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്താണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്? ഒരു മര്യാദയും ഇല്ലാത്തവർ, അല്ലെങ്കിൽ മര്യാദ അറിയാത്തവർ. ഇങ്ങനെ യാത്ര പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ബാക്കി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പഠന പ്രവർത്തനം തരികയാണ്. ഈ പഠിച്ച ഭാഗത്തിൽ നിന്നുള്ള ഒരു പഠന പ്രവർത്തനം: എങ്ങനെയുള്ള യാത്ര പറയലാണ് അവിവേകമായി കണക്കാക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം: മര്യാദ അറിയാത്തവർ എന്ന് ആരെ പറ്റിയാണ് പറയുന്നത്? അപ്പൊ ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അതിൽ നിന്ന് ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തി എഴുതി വെക്കുക. അപ്പൊ ബാക്കി ഭാഗവും വിശദീകരണവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.